കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. പന്തീരങ്കാവ് സ്വദേശിയായ 43-കാരിക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 9 ആയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപനം കൂടുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. ആർക്കാണ് സ്ഥിരീകരിച്ചത്? ഇപ്പോൾ ആശങ്കയുയർത്തുന്നൊരു സാഹചര്യമുണ്ടോ അഭിജിത്ത്? അരുൺകുമാർ, പന്തീരങ്കാവ് സ്വദേശിയായ 43 വയസ്സുകാരിക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ചെറിയ രോഗലക്ഷണങ്ങളോടെ ഇവർ ആദ്യം ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി. അവിടെ നടത്തിയ സ്രവ പരിശോധനയിലാണ് ഇവർക്ക് രോഗബാധ സ്ഥിരീകരിച്ചത്. പക്ഷേ എവിടെ നിന്നാണ് രോഗമുണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുകയും ചെയ്യുകയാണ്. ഈ ഒരു പുതിയ രോഗബാധയോടുകൂടി ആകെ 9 പേരാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിൽ 3 മാസം പ്രായമായ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ സ്ഥിതി ആശങ്കപ്പെടുത്തുന്നതല്ല, തൃപ്തികരമാണ് എന്നും അറിയുന്നു. ഏതായാലും ആരോഗ്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ നടപടികളൊക്കെ ഊർജിതമാക്കുന്നുണ്ട് അരുൺകുമാർ. ഇന്നിപ്പോൾ ശനിയും ഞായറും 2 ദിവസങ്ങളിലായി സംസ്ഥാനത്തെ എല്ലാ കിണറുകളും ക്ലോറിനേഷൻ ചെയ്യാനുള്ള ഒരു കർമ്മ പദ്ധതിയൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏതായാലും ഉറവിടം കണ്ടെത്തുക എന്നതൊക്കെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ഏറെ പ്രധാനമാണ്. ആശങ്ക ചെറിയ രീതിയിലെങ്കിലും ഉണ്ട് എന്ന് പറയാതെ വയ്യ. വീണ്ടും ഒരു 43 വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. നേരത്തെ കുട്ടികളിൽ അമീബിക് മസ്തിഷ്ക ജ്വരമാണെങ്കിൽ ഇപ്പോൾ മുതിർന്നവർക്കും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ, അങ്ങനെയുള്ള ജല ഉറവിടങ്ങൾ ശുദ്ധീകരിക്കുക, ക്ലോറിനേറ്റ് ചെയ്യുക. പൂർണ്ണമായും സുരക്ഷിതമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള വെള്ളത്തിൽ മാത്രമേ കുളിക്കാനിറങ്ങാവൂ. ഓണക്കാലമാണ്, മഴക്കാലമാണ്, വെള്ളക്കെട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ പടിവാതിലിലുണ്ട് എന്നത് പ്രേക്ഷകർ കരുതുക. ജാഗ്രത വേണം, ആശങ്ക വേണം.